അപ്പോൾ ആദ്യം 499 കോഴ്സ്, ഇതൊരു പെട്രോൾ ട്യൂണിംഗ് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ആദ്യം നമ്മൾ എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും. പിന്നെ ട്യൂണിങ്ങിന് ആവശ്യമുള്ള എഞ്ചിൻ പാരാമീറ്റേഴ്സ്, പിന്നെ എഞ്ചിൻ റൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സെൻസേഴ്സ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഈ വയറിംഗ് ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത്, പിന്നെ എഞ്ചിൻ കൺട്രോൾ സ്ട്രാറ്റജി. സോ ഇതെല്ലാം തന്നെ കവർ ചെയ്തിട്ട് പിന്നെ ട്യൂൺ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പെട്രോൾ ട്യൂണിങ്ങിൽ വോളിമെട്രിക് എഫിഷ്യൻസി ടേബിൾ, ലൈക്ക് AFR ടേബിൾ, പിന്നെ സ്പാർക്ക് ഇഗ്നിഷൻ ടേബിൾ, ഇതൊക്കെ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴ്സിൽ കവർ ആവും. അപ്പോൾ അടുത്തത് 19999 കോഴ്സ്. അപ്പോൾ ഇത് ഈസി ട്യൂണിംഗ് അഡ്വാൻസ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഈ പെട്രോൾ ട്യൂണിംഗിൽ പഠിപ്പിക്കുന്ന എല്ലാം തന്നെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഡീസൽ ട്യൂണിങ്ങും പഠിപ്പിക്കും. മാപ്പ് ക്രിയേഷൻ, ടോർക്ക് ലിമിറ്റർ, സ്മോക്ക് ലിമിറ്റർ എന്നുള്ളതൊക്കെ വാഗ് EDC സൂട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ പെർഫോമൻസ് മോഡിഫിക്കേഷൻ, ഇപ്പോൾ ഇൻടേക്ക് പ്ലംബിംഗ്, മാനിഫോൾഡ് ഡിസൈൻ, എക്സോസ്ലി ഹെഡർ, പിന്നെ ക്യാം തിയറി. സോ ഇതെല്ലാം തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കവർ ആവും. ലാസ്റ്റ് ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ സിസ്റ്റം. അപ്പോൾ ടർബോ എന്ന് വെച്ചാൽ എന്താണ്, സൂപ്പർ ചാർജ് എന്ന് വെച്ചാൽ എന്താണ്, ടർബോ സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടർബോ പ്ലംബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻടേക്ക് ആൻഡ് എക്സോസ് സൈഡിലേക്ക് എങ്ങനെ ടർബോ പ്ലംബ് ചെയ്യുന്നത്, ടർബോ സൈഡിൽ മാപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് എവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കുമല്ലേ നിങ്ങളുടെ ഡൗട്ട്. സോ അതിനായിട്ട് നമ്മൾ വിർച്വൽ ഡൈനോ എന്ന് പറഞ്ഞൊരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിർച്വലായിട്ട് ഒരു എഞ്ചിൻ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്തേക്കുന്ന മാപ്പിനുള്ള ഔട്ട്പുട്ട് കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തേക്കുന്ന മാപ്പിൻ്റെ ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ പോലെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ ഞാൻ എല്ലാ വണ്ടിയും ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽസിലാണ് നമ്മൾ എങ്ങനെ ഹാർഡ്വെയർ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു വണ്ടിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ റെയിൻ ലാബ് വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ബൈ ആവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി.